മംഗൽപാടി ഗ്രാമപഞ്ചായത്ത് വയനാട് ദുരിതാശ്വാസ ക്യാമ്പിലേക്കായി സമാഹരിച്ച സാധനങ്ങൾ മറിച്ചുവിറ്റുവെന്ന ആരോപണത്തിൽ കൂടുതൽ സംഘടനകൾ സമരമുഖത്ത്. SDPI പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ. ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. SDPI മംഗൽപാടി പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വത്തിലാണ് പ്രവർത്തകർ വെള്ളിയാഴ്ച രാവിലെ വിഷയത്തിൽ കർശന നടപടി ആവശ്യപ്പെട്ട് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. നയാബസാറിലെ മഞ്ചേശ്വരം താലൂക്ക് ആശുപത്രി പരിസരം കേന്ദ്രീകരിച്ച് ആരംഭിച്ച മാർച്ചിൽ നിരവധി പ്രവർത്തകർ അണിചേർന്നു. പഞ്ചായത്ത് ഓഫീസിന് മുന്നിലെത്തിയതോടെ മാർച്ച് പോലീസ് തടഞ്ഞു. ഇത് പ്രവർത്തകരും പോലീസും തമ്മിലുള്ള ഉന്തും തള്ളിനും ഇടയാക്കി. മുസ്ലിം ലീഗ് നേതൃത്വത്തിലുള്ള ഭരണത്തിന് കീഴിൽ മംഗൽപാടി പഞ്ചായത്തിൽ വർഷങ്ങളായി അഴിമതി വ്യാപകമാണെന്ന് SDPI ആരോപിക്കുന്നു. വയനാട് ദുരിതാശ്വാസ ക്യാമ്പിലേക്കായി സമാഹരിച്ച സാധനങ്ങൾ മറിച്ചുവിറ്റത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും ലീഗ് ഭരണത്തിൽ തുടർച്ചയായി നടക്കുന്ന അഴിമതിയുടെ ഭാഗമാണെന്നും ആരോപിച്ച SDPI വിഷയത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള 3 ഭരണസമിതി അംഗങ്ങളുടെ അടിയന്തര രാജിയും ആവശ്യപ്പെട്ടു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം SDPI മഞ്ചേശ്വരം മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഷെരീഫ് പാവൂർ ഉദ്ഘാടനം ചെയ്തു. അവരെ ഉപയോഗിച്ച സാധനങ്ങൾ നൽകിയിട്ടില്ല. അവരെ ഉപയോഗിക്കാത്ത, അവർക്ക് ആവശ്യമുള്ള വളരെ പ്രാധാന്യമുള്ള വിലപിടിപ്പുള്ള ലക്ഷക്കണക്കിന് വിലപിടിപ്പുള്ള സാധനങ്ങൾ ഈ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതിക്ക് ഏൽപ്പിച്ചുവെങ്കിലും അതിനെ കൃത്യമായിട്ട് അർഹതപ്പെട്ട ആളുകൾക്ക് നൽകുന്നതിന് മുന്നോട്ട് വരാതെ ഇരുന്ന ഈ ഭരണസമിതി അതങ്ങനെ പ്രസിഡന്റിന്റെ ഓഫീസിൽ വെച്ചുകൊണ്ട് ഒരുപാട് സമയം കഴിഞ്ഞു. ഇത് എന്തിനാണ് പ്രസിഡന്റിന്റെ ഓഫീസിൽ വെച്ചത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. കാരണം അതേ സ്പോട്ടിൽ അവിടത്തേക്ക് എത്തിച്ചിരുന്നുവെങ്കിൽ അതിൽ നിന്ന് കൈയിട്ട് വാരി വീതം വെക്കുവാൻ ഇവരെ കൊണ്ട് സാധിക്കുമായിരുന്നില്ല. ചടങ്ങിൽ പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഹുസൈൻ ബന്ദിയുടെ അധ്യക്ഷനായി. മണ്ഡലം വൈസ് പ്രസിഡന്റ് അൻവർ ആരിക്കാടി, മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹമീദ് വസങ്കടി എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ഇംതിയാസ് ഉപ്പള സ്വാഗതവും സലീം ബൈദള നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഉപ്പള.